ഇന്ത്യയും യുഎസുമായിട്ടുള്ള താരിഫ് യുദ്ധം ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കതിനെ യുദ്ധമെന്ന് വിളിക്കാൻ സാധിക്കുമോ എന്നുള്ളത് അറിയില്ല. ഒരു വിഷയത്തിന്റെ പേരിൽ രണ്ട് ഭാഗങ്ങളിലുള്ളവർ ഏറ്റുമുട്ടുമ്പോഴാണല്ലോ അതിനെ യുദ്ധമെന്ന് വിളിക്കുക. ഇവിടെ നിരന്തരം യുഎസ് ഇന്ത്യയാണ് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ആണെങ്കിൽ പ്രത്യക്ഷത്തിൽ ആക്രമണങ്ങളൊന്നും നടത്തുന്നില്ല എങ്കിൽ പോലും അതിനെ പ്രതിരോധിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഈ വാക്ക് എത്രത്തോളം ഭൂഷണമാണ് എന്നുള്ളതും എനിക്കറിയില്ല. എന്തായാലും പൊതുവെ പറയുന്നത് കൊണ്ട് തന്നെ ഞാനും ആ വാക്ക് ഉപയോഗിക്കുന്നു. അങ്ങനെ ഈ യുദ്ധം മുന്നോട്ട് പോകുന്ന സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റോ പറയാതെ തന്നെ, അത് ഒളിഞ്ഞായിക്കോട്ടെ തെളിഞ്ഞായിക്കോട്ടെ, പറയാതെ തന്നെ ഇന്ത്യയിലെ ഒരു വിഭാഗം ജനങ്ങൾ അമേരിക്കൻ ആപ്പുകൾ, പ്രത്യേകിച്ച് ഗൂഗിൾ പേ പോലെയുള്ള ആപ്പുകൾ ബഹിഷ്കരിക്കുന്ന ഒരു ആഹ്വാനമാണ് സോഷ്യൽ മീഡിയയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗൂഗിൾ പേ ഒഴിവാക്കിക്കൊണ്ട് ഭീം എന്ന് പറയുന്ന നമ്മുടെ BHIM ആപ്പ്, ഇന്ത്യയുടെ തന്നെ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്ത് അതിലേക്ക് മാറുക. അതിന്റെ ഇന്റർഫേസ് ആണെങ്കിലും ആ ആപ്പ് ഉപയോഗിക്കുന്നതിനാണേലും മറ്റു വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് സ്മൂത്ത് ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. UPI എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഇന്ത്യക്കാർ കണ്ടുപിടിച്ച ഒരു സംവിധാനമാണല്ലോ. അപ്പോൾ നമ്മൾ തന്നെ നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ കരുത്തോടെ വളരുവാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ചില മാർഗങ്ങളാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് അതിനകത്ത് ഒരു ചെറിയ സംശയമുണ്ട്. ഈ ആധുനിക സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ബഹിഷ്കരണങ്ങളൊക്കെ എത്രത്തോളമാണ് ഫലപ്രദമാക്കാൻ കഴിയുക എന്നുള്ളത്. കാരണം നമുക്ക് അങ്ങനെ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്പുകൾ അല്ലെങ്കിൽ സർവീസുകളൊക്കെ ബഹിഷ്കരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. ഈ പറയുന്ന ആളുകൾ തന്നെ ഫേസ്ബുക്കിലൂടെയാണ് ഈ പ്രചരണം നടത്തുന്നത്, അല്ലെങ്കിൽ യൂട്യൂബിലൂടെയാണ് പ്രചരണം നടത്തുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന എക്സിലൂടെയാണ് പ്രചരണം നടത്തുന്നത്. അങ്ങനെ എവിടെയൊക്കെയാണോ ഇത്തരത്തിലുള്ള ബഹിഷ്കരണ ആഹ്വാനം നടത്തുന്നത് അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കമ്പനികളുടെ സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെയാണെന്നുള്ളത് മനസ്സിലാക്കണം. അവരിടുന്ന ഓരോ പോസ്റ്റിനും, അവർ ഷെയർ ചെയ്യുന്നതിനും കമന്റ് ചെയ്തതിനൊക്കെ ഓരോ നിമിഷവും പൈസ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതേ അമേരിക്കൻ കമ്പനികൾക്കാണ്. അത് ഏറ്റവും കൂടുതൽ ഗുണമാകുന്നത് ഇതേ അമേരിക്കയ്ക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഇത്തരത്തിലുള്ള ആഹ്വാനങ്ങൾ അല്ലെങ്കിൽ ബഹിഷ്കരണങ്ങളൊന്നും ഈ പറയുന്നത് പോലെ ഫലപ്രദമായിട്ട് അമേരിക്കയുടെ ഈ താരിഫ് യുദ്ധത്തിന് ഒരു തരത്തിലുമുള്ള മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധ്യതയില്ല എന്നുള്ളത്. ഇത് കുറച്ച് നാളത്തേക്ക് മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയായിട്ട് ഒതുങ്ങിക്കൂടും. കാര്യം നമ്മൾ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ആമസോൺ പേ അല്ലെങ്കിൽ ഫോൺ പേ, ഇതെല്ലാം നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. അതായത് നമ്മുടെ ശീലമായി മാറിയിരിക്കുകയാണ്. ഒരു പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു പ്രകോപനത്തിന്റെ പേരിൽ ഇന്ന് നമ്മൾ ഭീം ആപ്പിലേക്ക് മാറിയാൽ പോലും തിരിച്ചിതിലേക്ക് തന്നെ വരേണ്ട ഒരു അവസ്ഥയുണ്ടായിരിക്കും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഫലപ്രദമായിട്ട് ഗവൺമെന്റ് എന്ത് തീരുമാനമാണോ എടുക്കുന്നത് ആ തീരുമാനത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ത്യൻ ഗവൺമെന്റും തങ്ങളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട്. ഈ എടുത്തു ചാടിയുള്ള ബഹിഷ്കരണ ആഹ്വാനങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ശത്രുതാപരമായിട്ടുള്ള സമീപനങ്ങളോ ഒന്നും നമുക്ക് ഗുണകരമായിട്ടുള്ള ഒന്നല്ല. നിലവിലെ അവസ്ഥയിൽ ഗവൺമെന്റ് എന്താണോ ചെയ്യുന്നത് അത് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചുകൊണ്ട് ഓരോ ഘട്ടങ്ങളിലേക്ക് നീങ്ങുക എന്നതാണ്. ഇനിയിപ്പോൾ നാളെ എന്തെങ്കിലും തരത്തിൽ ഇത്തരം ഒരു ബഹിഷ്കരണം ഇന്ത്യൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരാദ്യം ചെയ്യാൻ പോകുന്നത് ഒന്നുകിൽ ഈ ഭീം ആപ്പുമായിട്ട് ബന്ധപ്പെട്ട് സർവീസുകൾക്ക് കൂടുതൽ ഇളവ് കൊണ്ടുവരും, അല്ലെങ്കിൽ ഗൂഗിൾ പേ പോലെയുള്ള അമേരിക്കൻ കമ്പനികൾക്ക് ഒരു നിശ്ചിത ഫീസ് ഈടാക്കിക്കൊണ്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കാനുള്ള അനുമതി നൽകും. അങ്ങനെ വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ ഓരോ ഉപഭോക്താക്കളും ഭീം ആപ്പിലേക്ക് മാറാനുള്ള സാധ്യത കൂടും. അവിടെ സംഭവിക്കുന്നത് ഗവൺമെന്റിന്റെ താല്പര്യമാണ്, ഗവൺമെന്റിന്റെ ഒരു വിഷനാണ്. അതുകൊണ്ട് ഭയപ്പെടാൻ ഒന്നും തന്നെയില്ല. അതല്ലാതെ ഇപ്പോൾ ഇത്തരത്തിലുള്ള എടുത്തുചാട്ടങ്ങളൊന്നും ഫലപ്രദമാകില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ തിരിച്ചടിക്കും സാധ്യതയുണ്ടാകും. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതൊന്ന് പരിഗണിച്ചേക്കണം.